ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആവാം അല്ലേ? ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പറ്റുന്ന സ്പീഡൊക്കെ കൂട്ടി വെച്ചോ, പക്ഷെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ആളുകളോട്, പ്രത്യേകിച്ച് വീട്ടമ്മമാർ മാത്രമല്ല കേട്ടോ, കുറേ ആണുങ്ങളും ഉണ്ട് നല്ലപോലെ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളൊന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട് ഓടുന്നവരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് കണ്ണാടിയിലൊന്ന് അറിഞ്ഞു നോക്കിയത്? നിങ്ങളെ തന്നെ ആസ്വദിച്ച ദിവസം ലാസ്റ്റ് എന്നാണ് എന്നുള്ളതൊന്ന് ഓർത്ത് നോക്കിയാൽ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനിപ്പോൾ എന്നാണ് അങ്ങനെ ഞാനിപ്പോൾ എന്നായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഒരു നേരാ ഓളെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഇവിടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനൊന്നും വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങളെന്ന് നിങ്ങളെ സ്വയം സ്നേഹിച്ചു തുടങ്ങുന്നോ അന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾക്കൊരു കുറവുണ്ടാവുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാരെ കേസ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ കുട്ടികളായി അവരെ സ്കൂളിൽ പറഞ്ഞേക്കണം, അവർ സ്കൂൾ വിട്ട് വന്ന അവരുടെ പഠിത്തം, അവർ പോയി കഴിഞ്ഞാൽ വീട്ടിലെ ജോലികൾ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് കിടക്കാൻ നേരമില്ല, രാത്രി കിടക്കാൻ ഇത്ര നേരമാവുന്നു, രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം. ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ കല്യാണങ്ങളുണ്ടാവും. ആ ടൈമിൽ ആരാ ഇത് നോക്കുന്നത്, ആരാ ഇപ്പോൾ കണ്ണാടി നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങളെ ഒരു തിരക്ക് പിടിച്ച ആ ജീവിതത്തിൽ നിന്ന് ഒരു 10 വർഷമൊക്കെ നിങ്ങൾ ചിലപ്പോൾ പോകുന്നത് അറിയില്ല. ഒരു 5 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും, കുറേ കാലം കഴിഞ്ഞ് നിങ്ങളെ കാണുന്നവർ ചോദിക്കും എന്താടി നീ ഇങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ സ്കൂൾ പഠിക്കുന്ന ആൾ, നീ അന്നൊക്കെ എന്ത് ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പേര് പറയുന്നില്ല, ഒരു പക്ഷേ വീഡിയോ കാണുമ്പോൾ അവൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഷീ ഈസ് മൈ ബെസ്റ്റി ആൻഡ് ഫ്രം ചൈൽഡ്ഹുഡ്. അവൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നല്ലൊരു സുന്ദരി കുട്ടിയായിരുന്നു. ഇന്ന് അവളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളറ് പോയി, ആ ഒരു ഇതൊക്കെ പോയി അവൾക്ക്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആർക്കാ പൈനൊക്കെ നേരം. സ്വയം സ്നേഹിക്കാൻ പഠിക്കണം, സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് സെൽഫ് കെയർ ചെയ്യണം. അപ്പോൾ പറയും സൗന്ദര്യം മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. ഈ കണ്ണാടിയിൽ മുഖം മാത്രമല്ല ഞാൻ നോക്കാൻ പറഞ്ഞത്. നിങ്ങൾ വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ, മെലിയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആവുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് കാര്യം കണ്ണാടിയിൽ നോക്കിയാലല്ല മക്കളെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അറിയാൻ പറ്റുമോ? ഇല്ല. സോ ഞാനൊക്കെ കണ്ണാടിയിൽ നോക്കിയ കാലം മറന്നുപോയി ഇങ്ങനെ പറയുമ്പോൾ വിഷമിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ചോദിച്ചാൽ അവർക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ പറയാനുണ്ടാകും. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് വർക്കിംഗ് വുമൻസിനെ കുറിച്ച് പറയാനുള്ളത്. അവരെ ഇപ്പോൾ ചില സ്ത്രീകൾ പറയും ആവശ്യത്തിലധികം ടെൻഷനാണ്, ഞാനിനി എന്ത് സെൽഫ് കെയർ ചെയ്യാനാ, അല്ലെങ്കിൽ ജീവിതം എങ്ങനെയാണ്, ഞാനിനി എന്ത് എന്നെ ശ്രദ്ധിക്കാനെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വർക്കിംഗ് വുമൻസിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് ഒരുപാട് നമ്മളുടെ സമൂഹത്തിൽ ബിസിനസ് ലെവലിൽ അവരുടെ കഴിവ് തെളിയിച്ച സ്ത്രീകളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കി, ഒരു ഭർത്താവ് ഒരാൾക്ക് ഉണ്ടാവുള്ളൂ നോക്കി, ബിസിനസ്സും നോക്കി, പോട്ടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതും നോക്കി, തിരിച്ചു വന്നാൽ ബാക്കി ജോലി, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ? അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കെമിക്കൽ പ്രോഡക്ട്സ്, ഇനിയിപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവരും പറയും നിൻ്റെ പ്രോഡക്ട്സ് വാങ്ങി, ഇതൊന്നും വേണ്ട. നല്ലപോലെ ഉറങ്ങണം. ഞാൻ എല്ലാ വീഡിയോസിലും മെയിനായിട്ട് പറയുന്ന കാര്യമാണ് നല്ലപോലെ ഉറങ്ങുക. ആർക്കും വേണ്ടി നിങ്ങളുടെ ഉറക്കം നിങ്ങൾ കളയരുത്. അപ്പോൾ പറയും ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്ന്. നമുക്ക് വേണ്ടി നമ്മളുടെ ശരീരം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ, നമുക്കൊരു ശരീരത്തിനൊരു പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടേ? നിങ്ങളൊരു സെൽഫ് കെയർ നോക്കുമ്പം അത് എത്രത്തോളം പോസിറ്റീവായിട്ട് വരുന്നു. ഒരാൾ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇഫ് യു ദ തിങ് ഈസ്, ഒരു പെണ്ണ് ഷീ ഈസ് 40, 40 വയസ്സാണ്, അവളെ കാണുമ്പോൾ എന്നാൽ കണ്ടാൽ 40 തോന്നൂല കേട്ടോ, ഒരു 25, 26, അത് പറയുമ്പം അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അതിലൂടെ കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതൊന്ന്, അത് മുടിയിലാവട്ടെ, സ്കിന്നിലാവട്ടെ, തടിയിലാവട്ടെ, മെലിയുന്നതിലാവട്ടെ, ഒരു കാര്യം നിങ്ങൾ മാനേജ് ചെയ്യുന്നതിലാവട്ടെ, ഏതിലും ആയിക്കൊള്ളട്ടെ, യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അല്ലേ? അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ലപോലെ ഉറങ്ങുക. ഒരു സ്ത്രീ ആണെങ്കിൽ 7 to 8 hours എന്തായാലും ഉറങ്ങിയിരിക്കണം. 8 മണിക്കൂർ പോയിട്ട് ഇവിടെ 4 മണിക്കൂർ ഉറങ്ങാൻ നേരമില്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യമില്ല കേട്ടോ. രണ്ടാമത്തെ,
തിന്നാൻ നേരമില്ല, പിന്നല്ല വെള്ളം കുടിക്കല് അറിയിച്ചു. ഞാൻ അതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് സ്ത്രീകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. തിന്നാൻ നേരമില്ല മറവ, പിന്നല്ല വെള്ളം കുടിക്കല് അറിയും. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടി. എത്ര സ്ത്രീകൾ യൂറിനറി ഇൻഫെക്ഷനായിട്ട് അതിൻ്റെയൊക്കെ വേദന സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. യൂറിനറി ഇൻഫെക്ഷനായിട്ട് ആശുപത്രിയിൽ പോയിട്ട് അവരുടെ കേസൊക്കെ എൻ്റെ സിസ്റ്റർ പറയുന്നത് കേൾക്കണം. അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ, വെള്ളം കുടിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇനി ഒരു സ്കിൻ കെയറും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക. മാസത്തിൽ 2 തവണ ഫേസ് സ്ക്രബ് ചെയ്യുക. കുറച്ച് അരിപ്പൊടി എടുത്താൽ മതി. മാസത്തിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നല്ല ആട്ടി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതോ, ഇനിയിപ്പോൾ പറയും വില കൂടുതലാണെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല എണ്ണ എടുത്തിട്ട് മേലൊന്നായിട്ട് തേച്ച് കുളിക്കുക. നല്ല മോയ്സ്ചറൈസറായിട്ട് നിൽക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെൽഫ് കെയർ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക. വെയിലത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാതിരിക്കുക. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളും കണ്ണാടിയിൽ നോക്കും. മെയിനായിട്ട് വ്യായാമം, എക്സസൈസ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇത് പറയുമ്പോൾ പറയും നല്ല കാര്യമല്ല എക്സസൈസ്, അവിടെ മനുഷ്യൻ നടൊടിയണേരെ പണിയുണ്ട്. ഈ പണിയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ മെലിയാറുണ്ടോ? ഇല്ല. സോ ദ തിങ് ഈസ് എക്സസൈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് സൈക്കിൾ. അതും നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നിങ്ങളൊരു കണ്ണാടിയിലൂടെ പാസ് ചെയ്ത് പോകുമ്പം കണ്ണാടി നോക്കാൻ ഇഷ്ടപ്പെടാത്തവരെന്ത് ചെയ്യും? ആ കണ്ണാടിയിലോട്ട് ഒരു 2 മിനിറ്റ് അടിച്ചു വരായിരിക്കും. അപ്പം ഞാൻ ഇത്രയൊക്കെ മെലിഞ്ഞോ, ഞാനൊന്ന് ഉഷാറായിട്ടുണ്ട്, എൻ്റെ സ്കിന്നൊക്കെ ഒന്ന് അതിലോട്ട് ലൈഫ് എത്തിക്കുക. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് വരികയാണ്. ഭർത്താവ് വരുന്നതിന് 2 ദിവസം മുന്നേ ആയിരിക്കും കുറേ സ്കിൻ കെയറും കുറേ തടി കുറയ്ക്കാനും ഇങ്ങനെയൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വരാറുണ്ട് കേട്ടോ. തടി കുറയണം, ഇത്ത എന്തെങ്കിലും പറഞ്ഞതാ, സ്കിൻ കെയർ ഇത്താ, ഹസ്ബൻഡ് വരുന്നത്. ഇതൊക്കെ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന അപ്പം വെച്ച് ഓടേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഒരുപാട് എനിക്ക് ഈ കാര്യം നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. നോമ്പെടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാതെയും ഓവറായിട്ട് ഉറങ്ങിയിട്ടും ഒന്നും സമയം പാഴാക്കരുത്. നല്ലപോലെ പ്രാർത്ഥിക്കുക. പടച്ചോൻ എന്നും കൂടെയുണ്ട്. പടച്ചോനല്ലാതെ ആരാടോ കൂടെയുള്ളത്? എന്നും റബ്ബ് കൂടെയുണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് എന്നും കൂടെയുള്ളത് റബ്ബ് തന്നെയാണ്. മനസ്സറിഞ്ഞ് ദ്വാർക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാത്തിനും വഴി റബ്ബ് കാണിച്ചു തരും. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ.